പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30-നും. ആന്റി ടെക്സ്റ്റൈൽസിലേക്ക് തുണിയെടുക്കാൻ പോകുമ്പോ എന്നെ കൂടി കൊണ്ടുപോവോ? അതിന് ഞാൻ തുണിയെടുക്കാൻ പോകുന്നുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അത് പിന്നെ ആരെങ്കിലും പറയണോ? എന്തായാലും വെള്ളിയാഴ്ചത്തെ ഫംഗ്ഷന് വേണ്ടി ആന്റി പുതിയ പട്ടുസാരി വാങ്ങിക്കുമെന്നും പുതിയ മോഡലിലെ ബ്ലൗസ് തയ്പ്പിക്കുമെന്നും എനിക്കറിയില്ലേ. ഞാൻ ഫംഗ്ഷനൊന്നും വരുന്നില്ല, പക്ഷെ എനിക്ക് കുറച്ച് നൈറ്റ് ഡ്രസ് ഒക്കെ വാങ്ങണം. ഈ വയറ് വച്ച് തുടങ്ങിയതിന് ശേഷം എല്ലാം അങ്ങ് ടൈറ്റായി. അല്ല, എന്നാ എന്റെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നേ? എടി, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുവാ. നിനക്കെന്താ ഭ്രാന്തായോ? വെള്ളിയാഴ്ച എന്ത് ഫംഗ്ഷനാ? ഓ പിന്നെ, എന്നോട് ആന്റി അഭിനയിക്കൊന്നും വേണ്ട. എന്നെ അറിയിക്കേണ്ടത് ഗൗതം പറഞ്ഞു കാണും. അതുകൊണ്ടല്ലേ ആന്റി സത്യം മറച്ചു വെക്കുന്നെ. എനിക്കൊരു വിഷമോ ഇല്ല ആന്റി. എന്നോടത് ഗൗതം കാണിച്ചില്ലെങ്കിൽ കുഴപ്പമുള്ളൂ. കാരണം അത്രയ്ക്ക് വലിയ തെറ്റാ ഞാൻ ഗൗതമിനോട് ചെയ്തത്. ദേ നോക്ക് ശിവാനി, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് പറയണം. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഗൗതം എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. എടി, ഞാൻ നിന്നോടൊന്നും മറച്ചു വെച്ചിട്ടുമില്ല. സത്യമാണ് ആന്റി പറയുന്നേ. അപ്പോ ഇവിടെ പാർവതി എന്റെ പ്രണവിനെയൊക്കെ ക്ഷണിച്ചല്ലോ. ആര്? എന്തിന്? എന്റെ ആന്റി, എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. സിംഗപ്പൂരിലിരിക്കുന്ന ഗോപിയങ്ങളുടെ വരെ വിളിച്ചു, എന്നിട്ട് ആന്റിയെ വിളിച്ചില്ലെന്നോ? ഇതിന്റെ പേരിൽ ഇനി എന്നെ കടിച്ചു കയറാൻ വന്നേക്കരുത്. ഞാനായിട്ടൊന്നും പറയുന്നില്ലേ എന്റെ പൊന്നോ. ഞാൻ പോന്നേ. നിക്ക്. എടി, എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോയാ മതി. നീ ആന്റി എന്നോട് ദേഷ്യപ്പെടരുത്. ഇല്ലെന്നും പറഞ്ഞില്ലേ? നീ കാര്യം പറയ് ശിവാനി. ആന്റി, വെള്ളിയാഴ്ച ദിവസം ഗൗതമിന്റെ പുതിയ പ്രോജക്ടിന്റെ ഭൂമി പൂജയാ. 50 കോടി രൂപയുടെ ഒരു പ്ലോട്ടില് 250 ഫ്ലാറ്റുകൾ പണിയാനുള്ള 200 കോടി രൂപയുടെ ഒരു വമ്പൻ പ്രോജക്റ്റ് തീർന്നു. ആ പ്രോജക്ടിന്റെ ഭൂമി പൂജയ്ക്ക് പോലും ആന്റി വിളിച്ചില്ല എന്നൊക്കെ പറയുമ്പോ അതോടുകൂടി ആന്റിയുടെ പണി കഴിഞ്ഞ ആന്റി. ആന്റി തോറ്റു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഗൗതം ബിസിനസ് തുടങ്ങുന്നതിലും വലിയ ആളാകുന്നതിലും ആന്റിക്ക് സന്തോഷേ കാണുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഗൗതം തള്ളി പറഞ്ഞാലും ആന്റിയുടെ മനസ്സിൽ ഗൗതമിനുള്ളത് ഇപ്പോഴും മോന്റെ സ്ഥാനം തന്നെയാ. പക്ഷെ ഈ പ്രോജക്റ്റിന്റെ പ്രശ്നം അതല്ല. ഇതിപ്പോ ഗൗതമിന് എങ്ങനെ കിട്ടിയെന്ന് ആന്റി വിചാരിക്കുന്നെ? ആ നിധി കഠിനാധ്വാനം ചെയ്ത് ഏതോ ഒരു വമ്പം ബിസിനസ്സുകാരനെ പിടിച്ച് ഒപ്പിച്ചു കൊടുത്തതാ. എന്തിന്? എന്തിന്? സംഗതി സിമ്പിൾ അല്ലേ, ആന്റിയെ തോൽപ്പിക്കാൻ. അല്ലാതെ വേറെന്തിനാ? ഈ ഗൗതമിനെ നമ്പർ 1 ബിസിനസ്സുകാരനാക്കിയത് ആന്റി ആണെന്നുള്ള കാര്യം ഈ നാട്ടില് പാട്ടാ. ആ പറച്ചിലൊന്ന് തിരുത്തിയെടുക്കാൻ നിധി തീരുമാനിച്ചുറപ്പിച്ചു എന്ന് വേണം ഈ നീക്കത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. ഈശ്വരമംഗലം വിട്ടിറങ്ങി ഒരു ബിഗ് സീറോ ആയ ഗൗതമിനെ ആന്റി ഉയരങ്ങളിലേക്ക് എത്തിയതിനേക്കാൾ വേഗത്തില് നിധി കൈ പിടിച്ചുയർത്തുന്നു. ഇനി ബിസിനസ് ലോകത്ത് വാർത്തയാകാൻ പോകുന്നത് ഇതായിരിക്കും. ഒരു തർക്കം ഇല്ല ആന്റി. ആന്റിയുടെ മകൻ ആന്റിയോടുള്ള ശത്രുത കൂടാൻ ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും വേണോ? അവൾ ആന്റിക്കെതിരെയുള്ള വിഷം ഗൗതമിന്റെ മനസ്സിലേക്ക് കുത്തിവെച്ച് കൊടുത്തത് കൊണ്ട് തന്നെയാ ആ ഭൂമി പൂജയ്ക്ക് പോലും ആന്റിയെ മാത്രം ഒഴിവാക്കിയത്. ഒരു കാരണവശാലും ഗൗതം ആന്റിയുമായിട്ട് ഇനി ചേരരുത്. അതാണ് അവളുടെ ലക്ഷ്യം. അവള് ചില്ലറക്കാരിയല്ല ആന്റി. അതുകൊണ്ടാണല്ലോ അവൾ ഈശ്വരമംഗലത്തുനിന്ന് പുറത്താവോന്ന് ഉറപ്പായപ്പോ ആന്റിയെ തോൽപ്പിച്ചുകൊണ്ട് ഗൗതമിനെയും അവൾ ഇവിടുന്ന് കൊണ്ടുപോയത്. ഗൗതം ബിസിനസ് തുടങ്ങിക്കോട്ടെ, നമ്പർ 1 ബിസിനസ്മാനും ആകണം. പക്ഷെ ആന്റി, അതൊരിക്കലും നിധിയുടെ കെയർ ഓഫിലാവരുത്. അങ്ങനെ ഉണ്ടായ അത് ആന്റിയുടെ പതനമായിരിക്കും. അതോർത്ത് പെരുമാറിയ ആന്റിക്ക് കൊള്ളാം. എന്താന്ന് വെച്ചാ വേണ്ടത് ചെയ്യ്.